ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, പ്രിയ ജനാധിപത്യ വിശ്വാസികൾ, നമസ്കാരം. ഈ വൈകിയ വേളയിൽ ഒരുപാട് സംസാരിക്കുന്നില്ല. എനിക്ക് മുൻപ് സംസാരിച്ചവർ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. നമ്മളെല്ലാവരും വലിയൊരു ജനാധിപത്യ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 9 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ പോവുകയാണ്. ഇനി ചുരുക്കി പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുൻപിലുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 15 ദിവസമാണ് നമ്മുടെ മുൻപിലുള്ളത്. തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും കഴിഞ്ഞുപോയ തിരഞ്ഞെടുപ്പിന്റെ ഒരു വിലയിരുത്തൽ കൂടെയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായിരുന്ന പോരായ്മകളെ വിലയിരുത്തിക്കൊണ്ട് അതിന് കൃത്യമായി എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു കൂട്ടായ ശ്രമം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമാണ്. തവനൂരിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 15 വർഷമായി തവനൂരിനെ അന്ധകാരത്തിലേക്ക് തള്ളിവിട്ടവർക്ക് എതിരെയുള്ള, തവനൂരിലെ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും എതിരെയുള്ള ഒരു ചുട്ട മറുപടി, എതിർചേരിയിലെ അക്രമ രാഷ്ട്രീയത്തിനുള്ള ഒരു ചുട്ട മറുപടി തന്നെയായിരിക്കണം ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലും ബ്ലോക്ക് തലങ്ങളിലും ജില്ലാ പഞ്ചായത്ത് തലങ്ങളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും വൻപിച്ച ഒരു ഉജ്ജ്വല വിജയം തന്നെ കാഴ്ചവെക്കാൻ നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു വിജയം ഇത്തവണ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ ഇവിടെ ഈ ഒരു തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ നമ്മൾ വിജയിച്ചു എന്നുള്ള ഒരു വാർത്ത വരുന്നത് വരെയുള്ള ഒരു പരിശ്രമമായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടി ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രത്യേകം അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് അതിന്റെ കൂടെ പറയാൻ കൂടെ ആഗ്രഹിക്കുകയാണ്. KSU കാലഘട്ടം മുതൽ തുടങ്ങി ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി പല മേഖലകളിലും പൊതുരംഗത്തും ഒക്കെ കൃത്യമായി തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ആളെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരിലും അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത്. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ പാനലിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് VS ജോയ്ക്ക് കൈപ്പത്തി അടയാളത്തിൽ പരമാവധി വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിക്കാനുള്ള കൂട്ടായ പരിശ്രമത്തിന് നമുക്ക് എല്ലാവർക്കും കൈകോർക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മംഗളത്തെ മംഗളമാക്കാൻ നിങ്ങളെ ഒരു മകളായി എന്നെ തിരഞ്ഞെടുത്തതുപോലെ അദ്ദേഹത്തെയും നല്ല തവനൂരിനായി ഒരു മകനെ പോലെ ഒരു സഹോദരനായി നിങ്ങളുടെ കൂടെ തന്നെ ചേർത്ത് നിർത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.